ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും സ്നാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഗാർലിക് ബട്ടർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1-2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ചൊരൽപ്പം മതി. സോൾട്ടഡ് ആണെങ്കിൽ ഒട്ടും ഉപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, എങ്കിൽ ഒരുപാട് ആവിപ്പോവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 4 മീഡിയം സൈസ് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം ചിലത് നല്ല വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാകും. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ പേസ്റ്റാക്കി ചേർക്കുക, പക്ഷേ ഓവർ പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ 4 മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി മുഴുവൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കുക കേട്ടോ, ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗാർലിക് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്നാക്കാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് കട്ട് ചെയ്യാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നീറ്റിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് പിന്നെ കളയേണ്ട കേട്ടോ, നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാം. നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറേ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ, ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് സൈഡൊക്കെ കളഞ്ഞെടുക്കുക, നിങ്ങൾക്ക് എത്ര ബ്രെഡ് വേണോ അതിനനുസരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നിധാഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ, അത് മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ബ്രെഡ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗാർലിക് ബട്ടർ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗാർലിക് ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് മയോണൈസ് എടുക്കാം, കെച്ചപ്പ് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് കയ്യിലുള്ളത് കൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ, സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴുങ്ങിയ മുട്ടയാണ്. അത് നിങ്ങൾക്ക് എത്ര പീസാണോ ആവശ്യം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടനെ 4 ആക്കിയിട്ട് നീളത്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പീസിൽ 2 മുട്ടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നീളത്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 2 പീസോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ സവാള, ഇതൊക്കെ പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച്. ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല എത്രയാണോ സ്നാക്ക് ഉള്ളത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഏതാ ഇഷ്ടമുള്ള താല്പര്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക, വെജിറ്റബിൾസൊക്കെ. കാരണം ചിലവർക്ക് പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമുണ്ടാകും വെജിറ്റബിൾസ്, അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രം, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ അടിഭാഗം നല്ലപോലെ ടോസ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അടിഭാഗമൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായിട്ടും ഉണ്ട്. അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ, ബട്ടറിൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ഫോട്ടോസ് അയച്ചു തരാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്